ഓണത്തിന് മുന്നോടിയായി ഞാനും എൻ്റെ നിയക്കുട്ടിയും കൂടെ ഒരു പിക്കെടുത്തതാണ്. ഞാൻ നടന്നു വരുന്നത് അവൾ വളരെ നന്നായിട്ട് ഷൂട്ട് ചെയ്തു. നല്ലൊരു ക്യാമറാമാനാണ് അവൾ. നന്നായി ഷൂട്ട് ചെയ്യാൻ അവൾക്കറിയാം. അങ്ങനെ നടക്ക്, ഇങ്ങനെ നടക്ക്, അവിടെ നിന്ന് വാ, ഇവിടെ നിന്ന് വാ എന്നൊക്കെ അവൾ നല്ല നിർദ്ദേശം തരും. മെഡിക്കുകയാണ്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ നടന്നു വന്ന് ഞങ്ങൾ ഞങ്ങളുടെ പാടത്തോട്ട് ഇറങ്ങി. അവിടെ നിറയെ പൂക്കളുണ്ടെന്നും പറഞ്ഞ് ആശാട്ടി ഓടുന്ന ഓട്ടം കണ്ടില്ലേ? എൻ്റെ ദൈവമേ, ചാലും കിടന്നു. അവിടെ നിന്ന് ആൻറ്റീന്ന് വിളിച്ചെന്നെ. ഞാൻ പേടിച്ചു നോക്കിയപ്പോൾ അവിടെ നിറയെ പൂക്കളുണ്ട്, വാ എന്നാണ് എന്നോട് പറഞ്ഞത്. അത് പറയാനായി എൻ്റെ അടുത്തോട്ട് ഓടി വന്നു. കണ്ടോ, ഇതാണ് എൻ്റെ പാറക്കുട്ടി, വലിയ ആങ്ങളുടെ പേരക്കുട്ടി, നിഖിലിൻ്റെ മകൾ, സോണിയുടെയും നിഖിലിൻ്റെയും മകൾ. ദേ ഓടിപ്പോയി പൂ പറിക്കാൻ. അത് ഞാൻ ഷൂട്ട് ചെയ്തു. അവിടെ കുഞ്ഞു കുഞ്ഞു സൂര്യകാന്തി, കാട്ടു സൂര്യകാന്തി നിറയെ പൂക്കൾ നിറയെ കിട്ടിയാൽ ഒരു ചെറിയ പൂക്കളം ഒരുക്കാമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു വിചാരം. ഓണം വന്നല്ലോ, അതിനായിട്ട് കുറെ ഉടുത്തല്ലോ ഉണ്ണി ഊഞ്ഞാലാടി. അവിടെ മുഴുവൻ അതാണ്. അത് കഴിഞ്ഞ് ഫോട്ടോഷൂട്ട് അവളുടേതായി. പിന്നെ ഞാൻ പൂ പറിക്കാൻ തുടങ്ങി. എന്നെ എന്തൊക്കെയോ പറഞ്ഞ് കമൻ്റ് അടിക്കുന്നുണ്ട്. ഓണപ്പൂക്കളം എന്തുവാ ഒരുക്കാനായി ആൻറ്റി പൂ പറിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഞങ്ങളുടെ ആ പൂക്കളെല്ലാം, അപ്പോഴേക്കും വലിയ മഴ വന്നു കേട്ടോ. ആ പൂക്കളെല്ലാം കൊണ്ട് ഞങ്ങൾ മമ്മിയുടെ വീട്ടിൽ പോയി. തറവാട്ടിൽ, ഞാൻ സ്വന്തം ജനിച്ചു വളർന്ന തറവാട്ടിൽ പോയി. അതിൻ്റെ ഇടയിൽ അവൾ ഓടിപ്പോയി ഡ്രസ്സൊക്കെ മാറി വന്നു. ഞങ്ങൾ തറവാട്ടിലിരുന്ന് ഉള്ള പൂക്കൾ വെച്ച് ഒരു പൂക്കളം ഒരുക്കുകയാണ്. ഗായ്സ് കണ്ടോ, ഒരു ചോക്ക് പോലും ഇല്ല വീട്ടിൽ, അവളുടെ കയ്യിലുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, കരി എടുത്തുകൊണ്ട് ഒരു വട്ടം വരച്ചു. അതിനുള്ളിൽ ഉള്ള പൂക്കൾ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതിനിടയിൽ എന്തൊക്കെയാ പറയുന്നത്, ഈ ആൻറ്റി എന്താ കാണിക്കുന്നതെന്ന്. മിടിക്കുകയാണ് കേട്ടോ. ഉള്ളത് വെച്ചാൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഗായ്സ്, എങ്ങനെയുണ്ട് ഞങ്ങളുടെ പൂക്കളം? സൂപ്പറായിട്ടില്ലേ? എന്നാൽ മനോഹരമായ ഒരു പൂക്കളം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ് ദേ, ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അവസാനം ഇല വെച്ച് ഞങ്ങൾ അതിൻ്റെ അവസാന ഭാഗം മിനുക്ക് പണികൾ ചെയ്യുകയാണ്. ഞാനത് വൃത്തിയാക്കി വെച്ചു, അവളത് തിക്കി വെച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ വെക്കണ്ട, അപ്പോൾ പറ്റില്ല, ഗ്യാപ്പ് വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ ഗ്യാപ്പില്ലാതെ ഇങ്ങനെ ഗ്യാപ്പ് തെറ്റിച്ച് ഇങ്ങനെ ഞാൻ്റെ ഇടുന്ന പോലെ ഇടുന്നു. അത് കേൾക്കത്തേ ഇല്ല. പിന്നെ ഞാൻ ഇട്ടതിൻ്റെ ഇടയിൽ കൂടെ തിരികെ ഓരോന്ന് വെച്ച്. കണ്ടോ, കാണിക്കുന്നുണ്ട്. ഇപ്പം കണ്ടോ, ഇപ്പം നിങ്ങൾ കണ്ടോ കേട്ടോ. അങ്ങനെ ഗ്യാപ്പ് വേണ്ടെന്നാണ് പറയണത്. എന്നെ ഒന്നും ചെയ്യാനും സമ്മതിക്കൂല. കണ്ടോ, നല്ല മഴ വിട്ടത്ത് പെയ്യുന്നുണ്ട്. നല്ല മഴയാണ് പുറത്ത്. ഈ പൂക്കളം അവൾ അപ്പം വരുമ്പോൾ, അമ്മയല്ല, അപ്പം വരുമ്പോൾ കാണിക്കാനായിട്ട് പേപ്പർ വെച്ച് അടച്ചു വെച്ചു. താൻ കുഴിച്ച കുഴി താൻ വീണു എന്ന് പറയുന്ന പോലെ എന്താ, കരി മുഴുവൻ എൻ്റെ കയ്യിലായി. കണ്ടോ ഗായ്സ്, വൃത്തിയായി വെച്ച് അതിൻ്റെ മേലെ ഓരോന്ന് കൊണ്ടുവന്ന് വെക്കുവാണ്. വീഡിയോ
ഇല്ല, ഞാൻ കുഞ്ഞല്ലേ, എന്തോ കാണിക്കട്ടെന്ന് കരുതി. അപ്പോഴേക്ക് എൻ്റെ ഫോൺ ആരാണെന്ന് നോക്കാൻ വേണ്ടി പോയതാണ് പുള്ളിക്കാരൻ. അങ്ങനെ മനോഹരമായി ഞങ്ങൾക്ക് കാഴ്ചയിൽ മനോഹരം തോന്നിയ ഒരു പൂക്കളം ഗായ്സ്. മനോഹരമായ നല്ലൊരു പൂക്കളം ഇതാ. എങ്ങനെയുണ്ട് ഈ പൂക്കളം? ചെറുതൊന്നും അല്ലാട്ടോ, വലിയ പൂക്കളം. ഞങ്ങളുടെ പള്ളിയിൽ ഒരുക്കിയ പൂക്കളം. ആ പള്ളിയിൽ പൂക്കളം മോള്